തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായുള്ള വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തക്കലയിൽ ഭക്തിനിർഭരമായ തുടക്കം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര തുടരുന്നു. കൽക്കുളം നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 300 നങ്കയും വേളിമല കുമാരസ്വാമിയും തേവാരക്കെട്ട് സരസ്വതി ക്ഷേത്രത്തിന് മുന്നിലെത്തിയതോടെ വിഗ്രഹ ഘോഷയാത്രയുടെ 2ാം ദിനം ആരംഭിച്ചു. ഉപ്പിരിക്കമാളികയിൽ നിന്ന് ആചാരവിധി പ്രകാരം ഉടവാൾ കൈമാറ്റം നടന്ന ശേഷം ഉടവാളുമായി പ്രതിനിധികൾ തേവാരക്കെട്ട് സരസ്വതിയെ വണങ്ങി. ക്ഷേത്രത്തിലെ വിശേഷ ചടങ്ങുകൾക്ക് ശേഷം മംഗളവാദ്യങ്ങളുടെ അകമ്പടിയോടെ അമ്മ പുറത്തെഴുന്നള്ളി തിടമ്പേറി. മുന്നിൽ കുമാരസ്വാമിയുടെയും പിന്നിൽ 300 നങ്കയുടെയും അകമ്പടിയോടെ തിടമ്പേറിയ സരസ്വതി ദേവിക്ക് പത്മനാഭപുരം കൊട്ടാരത്തിന്റെ നടുമുറ്റത്ത് സ്വീകരണമേകി. കേരള തമിഴ്നാട് സർക്കാരുകൾ സംയുക്തമായാണ് ഘോഷയാത്രയെ സ്വീകരിച്ചത്. കൊട്ടാരവളപ്പിലെ സ്വീകരണത്തിന് ശേഷം വായ്ക്കുരവയുടെയും വാദ്യമേള ഘോഷങ്ങളുടെയും അകമ്പടിയോടെ അമ്മ യാത്ര തിരിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അനന്തപുരി ലക്ഷ്യമാക്കിയുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്രയുടെ പ്രയാണം തുടരുകയാണ്. ജനം, തിരുവനന്തപുരം.